റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. കവിയരങ്ങിന്റെ 16-ാം അധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കവിയരങ്ങിൽ ആദ്യം രാപ്രസാദ് അവതരിപ്പിക്കുന്ന കവിത കവിയാറ് എന്ന കവിത. ഒറ്റയ്ക്കൊരാന മലപ്പുറത്തെത്തുന്നൊരന്തിയിൽ കാറ്റ് വലംപിരി ശംഖിലൂടോങ്കാരമോതി വിറപ്പിച്ച തിട്ടയിൽ. ഒറ്റയ്ക്കൊരാന മലപ്പുറത്തെത്തുന്നൊരന്തിയിൽ കാറ്റ് വലംപിരി ശംഖിലൂടോങ്കാരമോതി വിറപ്പിച്ച തിട്ടയിൽ. കൊറ്റക്കുടയുമിറക്കി പടിഞ്ഞാട്ടിറങ്ങുന്ന മൂപ്പരെ കണ്ണീരിറുക്കി കടാക്ഷിച്ചൊരാൾ നിന്നു. കുരുത്തക്കേടിൽ കുരുത്തു പെരുത്തവൻ, കുരുത്തക്കേടിൽ കുരുത്തു പെരുത്തവൻ. തുമ്പി വളച്ചു ചോദ്യചിഹ്നമെയ്യുന്നു ചിഹ്നം വിളിക്കാത്ത രാത്രി. തുമ്പി വളച്ചു ചോദ്യചിഹ്നമെയ്യുന്നു ചിഹ്നം വിളിക്കാത്ത രാത്രി. മറുപടി ഇങ്ങനെ: ഞാനൊരു കള്ളൻ, ഞാനൊരു കള്ളൻ, സ്വന്തം സ്ഥാവര ജംഗമങ്ങൾ കട്ടും കൊടുത്തും മുടിച്ചലയുന്നൊരു പാപി അധകൃതൻ. ഞാനൊരു കള്ളൻ, സ്വന്തം സ്ഥാവര ജംഗമങ്ങൾ കട്ടും കൊടുത്തും മുടിച്ചലയുന്നൊരു പാപി അധകൃതൻ. ആന ചിരിച്ചു, ആന ചിരിച്ചു മഹാകവി, മഹാകവി, ഞാനീ ഇരുട്ടിൻ്റെ ഖരഭാഷ. മഹാകവി, ഞാനീ ഇരുട്ടിൻ്റെ ഖരഭാഷ നീ തൊട്ടലിയിച്ച കൃഷ്ണകാന്തം, നീ തൊട്ടലിയിച്ച കൃഷ്ണകാന്തം. അപ്പോൾ കാറ്റിലുലഞ്ഞ പനങ്കുല പോലൊരു പാട്ടു കുണുങ്ങി വരുന്നുണ്ട്. കാറ്റിലുലഞ്ഞ പനങ്കുല പോലൊരു പാട്ടു കുണുങ്ങി വരുന്നുണ്ട്. അക്കരെ അമ്പല മുറ്റമിറങ്ങി ചരിവിലൂടിങ്ങോട്ട്. കണ്ണെറിഞ്ഞു കവി, കണ്ണെറിഞ്ഞു കവി, നാട്ടുപാട്ടിൻ്റെ ഇനിമയൂറുന്നൊരു സുന്ദരിയാരിവൾ. നാട്ടുപാട്ടിൻ്റെ ഇനിമയൂറുന്നൊരു സുന്ദരിയാരിവൾ. അന്ന് തൃശ്ശൂരിലിലഞ്ഞിത്തറചാരി മറ്റൊരുത്തി, അന്ന് തൃശ്ശൂരിലിലഞ്ഞിത്തറചാരി മറ്റൊരുത്തി. കവി വേട്ടവൾ ചാരത്തു പൈതലും ഉദരത്തിലുപ്പും മുളപ്പുമെരിഞ്ഞ് ഉത്തരനാഥൻ്റെ ഗോപുരം നോക്കാതിരിപ്പാണിതങ്ങനെ. എന്തിനു കാവ്യമിഠായികൾ, എന്തിനു കാവ്യമിഠായികൾ, കഠിനത കൊമ്പുകുത്തും നിന്റെ അന്തരംഗത്തിലെ നിത്യസൗന്ദര്യത്തിടമ്പിന്നു ചാർത്തുവാൻ അക്ഷരധൂർത്തിൻ്റെ മാലകൾ. നിത്യസൗന്ദര്യത്തിടമ്പിന്നു ചാർത്തുവാൻ അക്ഷരധൂർത്തിൻ്റെ മാലകൾ. കണ്ണീരുണങ്ങാത്ത പച്ചയും പായലും പാട്ടുമുണ്ടോ നിന്റെ ആറ്റോരമെങ്ങാനും. കണ്ണീരുണങ്ങാത്ത പച്ചയും പായലും പാട്ടുമുണ്ടോ നിന്റെ ആറ്റോരമെങ്ങാനും. ചോദ്യമടക്കി കരിപന്തലിക്കവേ, ചോദ്യമടക്കി കരിപന്തലിക്കവേ, കവിയവൻ നാവാമണപ്പുറത്തന്നും അമാവാസി രാവവളുത്തു രമിച്ചു നനഞ്ഞു. കവിയവൻ നാവാമണപ്പുറത്തന്നും അമാവാസി രാവവളുത്തു രമിച്ചു നനഞ്ഞു. MP പവിത്രയുടെ കവിത കേൾക്കാം. കവിത പ്രിയം. കടലാഴപ്പിറവിയറിഞ്ഞു വരുന്നോരതിവേഗച്ചുഴലികളിൽ
നിറനീരാട്ടിന്നലകളിൽ മുങ്ങി മതിച്ചു മതിച്ചുയരും ജലകന്യകൾ. കരതൊട്ടൊരു വേനൽ പകുതിയിൽ എൻ മിഴിനീരു കലമ്പിയുണങ്ങും. കൺകടലിൽ സൂര്യൻ പോൽ നീ പൊങ്ങി പൊങ്ങിയുദിക്കും മാത്രയിൽ ഞാനറിയുന്നു പ്രണയക്കടലിനെ. ഉന്മാദപ്പുതുപൂവിതളുകൾ നിറയെ നീട്ടുന്നൊരു മരമായി നീ എന്നിൽ വേരുകളാഴ്ത്തി പടരുന്നതുമറിയുന്നു ഞാൻ. നിറകൊണ്ടൊരു പാതിരയിൽ കുളിരമ്പിളി തേനൂതുമ്പോൾ ഇടവഴികളിൽ അറ്റുകിടക്കും മഴ തൊട്ടു തണുത്തൊരു പൂവുകൾ. കനലാഴികൾ പോലെ നെഞ്ചും ജ്വലനപ്പൂഞ്ചിറകു നിവർത്തും ചില സങ്കടവേളകളിൽ നീ അറിയില്ല ഞാൻ നിന്നെ എന്നിൽ തന്നെ കുരുതി കൊടുത്തു മയങ്ങിയിടും ചില ചെറുവേനൽ പാതിരകൾ. സുകുമാരൻ ചാലികത അവതരിപ്പിക്കുന്ന കവിത. നാടുവിടാത്ത രാജ്യം. ഒറ്റയ്ക്കാണ് ഒറ്റപ്പരുന്ത്, ഒച്ചയില്ലാമര കൊമ്പിലിരുന്ന് നീർപ്പുഴമീനിൻ്റെ ചേലും കണ്ട് ഒഴിവുള്ള മൂലയിൽ വെളിച്ചങ്ങളെ കൂട്ടിവെച്ച് ഭൂമിക്ക് തീവച്ചപ്പോൾ. ഒറ്റയ്ക്കാണ് ഒറ്റപ്പരുന്ത്, ഒച്ചയില്ലാമര കൊമ്പിലിരുന്ന് നീർപ്പുഴമീനിൻ്റെ ചേലും കണ്ട് ഒഴിവുള്ള മൂലയിൽ വെളിച്ചങ്ങളെ കൂട്ടിവെച്ച് ഭൂമിക്ക് തീവച്ചപ്പോൾ. മുറുകിപ്പോയ പുഴയിൽ രണ്ടാൾ താഴ്ചയിൽ തല പൊക്കിപ്പിടിച്ച് മുകളിലേക്ക് പൊന്തി വരുന്ന മീനിൻ്റെ ചുണ്ടത്ത് പൊന്മാൻ നട്ടിട്ടുപോയ സൂര്യനുണ്ടായിരുന്നു. മുറുകിപ്പോയ പുഴയിൽ രണ്ടാൾ താഴ്ചയിൽ തല പൊക്കിപ്പിടിച്ച് മുകളിലേക്ക് പൊന്തി വരുന്ന മീനിൻ്റെ ചുണ്ടത്ത് പൊന്മാൻ നട്ടിട്ടുപോയ സൂര്യനുണ്ടായിരുന്നു. അപ്പോഴേക്കും നിലമ്പൂരിലെ പക്ഷികൾ നിലമുഴുതി വിതച്ച ദൂരരാജ്യങ്ങളുടെ ഭാഷകളെ മലമ്പുഴ കാണാതെ പഠിച്ച് മലകൾ തീരുവോളം സംസാരിച്ചിരിക്കെ, അപ്പോഴേക്കും നിലമ്പൂരിലെ പക്ഷികൾ നിലമുഴുതി വിതച്ച ദൂരരാജ്യങ്ങളുടെ ഭാഷകളെ മലമ്പുഴ കാണാതെ പഠിച്ച് മലകൾ തീരുവോളം സംസാരിച്ചിരിക്കെ, ഇടുക്കിയിലെ നീലക്കുറിഞ്ഞികൾ അയൽ ഗ്രാമങ്ങൾക്ക് പച്ചമലയിലെ പൂമ്പാറ്റകളെ നൽകി നാടുകൾ തേടി നഗരങ്ങൾ തേടി യാത്ര പോവാനൊരുങ്ങി. ഇടുക്കിയിലെ നീലക്കുറിഞ്ഞികൾ അയൽ ഗ്രാമങ്ങൾക്ക് പച്ചമലയിലെ പൂമ്പാറ്റകളെ നൽകി നാടുകൾ തേടി നഗരങ്ങൾ തേടി യാത്ര പോവാനൊരുങ്ങി. മഞ്ഞുമൂടിയ വയനാടൻ ഹിമാലയങ്ങൾ 6 മാസ തൈമരങ്ങൾ നട്ട് ഉദയവും അസ്തമയവും കണ്ട് നാടുവിടാത്ത രാജ്യമായി. മഞ്ഞുമൂടിയ വയനാടൻ ഹിമാലയങ്ങൾ 6 മാസ തൈമരങ്ങൾ നട്ട് ഉദയവും അസ്തമയവും കണ്ട് നാടുവിടാത്ത രാജ്യമായി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ഗോത്ര സമൂഹത്തിൽ സാമൂഹിക മാറ്റവുമായി സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സാമൂഹ്യ പഠനമുറികൾ. പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, ലൈബ്രറി തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളുള്ള 250ഓളം സാമൂഹ്യ പഠനമുറികളിലൂടെ അറിവിന്റെ പുതിയ വെളിച്ചം ഊരുകളിലേക്ക്. കമ്മ്യൂണിറ്റി ഹാൾ, മറ്റ് സമാന ഇടങ്ങൾ എന്നിവ കണ്ടെത്തി ഊരുകളിലെ അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കളെ പരിശീലിപ്പിച്ച് ട്യൂട്ടർമാരാക്കി വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനത്തിനൊപ്പം ഗൃഹപാഠങ്ങൾ ചെയ്യാനും പഠിക്കാനും ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെ പഠന പ്രവർത്തനം നടത്തുന്നു. സാമൂഹ്യ പഠനമുറികളിലൂടെ അഭ്യസ്തവിദ്യരായ പട്ടികവർഗ യുവതീ യുവാക്കളുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം. കേരള സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്.
റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. കവിയരങ്ങിൽ അടുത്തത് KG സൂരജ് അവതരിപ്പിക്കുന്ന കവിത. ഇലയുടെ ദേശാടനം എന്ന കവിതാ സമാഹാരത്തിലെ മധുരമുന്തിരിത്തോട്ടം എന്ന കവിത. മധുരമുന്തിരിത്തോട്ടം രുചികൾ കനം വെച്ചു കിടപ്പു, രണ്ടു പേരവർ കണ്ടാലറിയാം പ്രാണൻ പകുത്തു പിടിച്ചവർ. രണ്ടു പേരവർ കണ്ടാലറിയാം പ്രാണൻ പകുത്തു പിടിച്ചവർ. താഴു തടസ്സങ്ങൾ താണ്ടി വണ്ടുകൾ പോൽ മൂളിത്തേനുണ്ടു നടക്കുന്നു രസബിന്ദുക്കൾ. കത്തും സൂര്യനിൽ ക്ഷീണമോടവരന്യോന്യം ചുംബിച്ചും കാമിച്ചും കാട്ടുവള്ളികൾ പോൽ മുറുകിക്കിടക്കുന്നു ഇലമെത്തമേൽ. ഞെട്ടുപൊട്ടിക്കറ വീണു പൊള്ളിയോരവളുടെ നാസികാഗ്രങ്ങളിൽ നാവുഴിഞ്ഞും നുഴഞ്ഞും ചെറുതായുമൂതിയവൻ സോളമനാകവേ. ഇലയനക്കത്തിൽ കുഞ്ഞൊരൊച്ച കേൾപ്പിക്കാതെ കരിയില പാമ്പൊരെണ്ണം ഉത്തമഗീതങ്ങളെ നോക്കി ഇഴഞ്ഞേ വരുന്നു. കണ്ടാലറിയാം കനം തൂങ്ങും വിഷസഞ്ചി, കണ്ടാലറിയാം കനം തൂങ്ങും വിഷസഞ്ചി. മയങ്ങിക്കിടക്കും പ്രണയങ്ങൾക്കിടയിലേക്കത് ശൽക്കങ്ങളുരസി നുഴഞ്ഞു കയറുന്നു. നഗ്നദേഹങ്ങളെ വലം ചുറ്റി കാമത്തോടുത്സാഹത്താൽ പടം പൊഴിച്ചും വാൽമുനത്തുമ്പിൽ നൃത്തമാടിയും ഉന്മാദമുടുവിലുറങ്ങുമോരവന്റെ ലിംഗാഗ്രത്തിൽ ആഞ്ഞു കൊത്തിയിടുന്നു. രതിമൂർച്ഛയ്ക്കായവളുടെ വലം കാലിനുൾത്തുടയിൽ സമാനമായോരുഗ്രവർഷം. വർഷം നീണ്ട കാത്തിരിപ്പാണത്രേ ഉള്ളു കുടഞ്ഞൊന്നുണരുവാൻ പറ്റം പറ്റം പുറ്റുകൾക്കുള്ളിൽ വെന്തു വെന്തിരിപ്പാർന്നത്രേ. ഞരക്കങ്ങൾക്കും നുരവീണ കീഴ്ത്താടികൾക്കും ഇടയിലായി ഇരുദേഹങ്ങളിൽ നീലമേഘങ്ങൾ പരാഗം ചെയ്യുന്നു. പഴമണക്കാറ്റേ പഴമണക്കാറ്റേ വയലറ്റു നിറമുള്ള രണ്ടു മുന്തിരികൾ തുടുത്തു കിടപ്പതു കണ്ടുവോ. പഴമണക്കാറ്റേ വയലറ്റു നിറമുള്ള രണ്ടു മുന്തിരികൾ തുടുത്തു കിടപ്പതു കണ്ടുവോ. പച്ചിലകളാലൊരു പുതപ്പുണ്ടാക്കാം, വെയിൽ മഴ വേനൽ കടന്നു പോം വഴിയിലൊരു നാൾ. വിഷദംശങ്ങൾക്കുമേൽ രണ്ടു സ്നേഹമൗനങ്ങൾ കണ്ടും മിണ്ടിയും ഒരു വേരായി ആകാശം കണ്ടുണരും, ആകാശം കണ്ടുണരും. ശരത് എസ് ബാവക്കാട്ടിന്റെ കവിത. കവിത പുഴഭൂപടം. കൂട്ടമണിയടിയിൽ ആർത്തുവിളിച്ചോടുന്ന വൈകുന്നേരങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്. കൂട്ടമണിയടിയിൽ ആർത്തുവിളിച്ചോടുന്ന വൈകുന്നേരങ്ങളാണ് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നത്. കടത്തുവഞ്ചിക്ക് കാത്തുനിന്ന് വഞ്ചി അടുക്കുമുന്നേ ചാടിക്കയറാൻ ആവേശം കൂട്ടും പിള്ളേരെല്ലാം. ആദ്യം കയറുന്നവനോടി അണിയത്തിരിക്കും, അവിടെ എല്ലാവരെയും കണ്ടുകൊണ്ട് ഗമയിലിരിക്കാം. പുഴയിലേക്ക് മുളക്കോലെറിഞ്ഞ് വഞ്ചി പതിയെ താളം പിടിക്കും. പുഴയിലേക്ക് മുളക്കോലെറിഞ്ഞ് വഞ്ചി പതിയെ താളം പിടിക്കും. ചങ്ക് കടഞ്ഞെടുത്താണ് വഞ്ചിക്കാരൻ മുളയൂന്നുന്നത്. വെള്ളത്തിൽ കിടക്കുന്ന ആകാശം കാറ്റിൻ്റെ നേരിയ ഒച്ചയ്ക്കൊത്ത് പതുക്കെ നീങ്ങി തുടങ്ങും. വെള്ളത്തിൽ കിടക്കുന്ന ആകാശം കാറ്റിൻ്റെ നേരിയ ഒച്ചയ്ക്കൊത്ത് പതുക്കെ നീങ്ങി തുടങ്ങും. വൈകുന്നേരമാകുമ്പോഴേക്കും പുഴയിലൊരു തെരുവുയരും. മീൻവള്ളക്കാർ പൂഹോയ് വിളികളോടെ തമ്മിൽ ചിരിക്കും. വൈകുന്നേരമാകുമ്പോഴേക്കും പുഴയിലൊരു തെരുവുയരും. മീൻവള്ളക്കാർ പൂഹോയ് വിളികളോടെ തമ്മിൽ ചിരിക്കും. അവരുടെ കൂവലിനൊപ്പം പിള്ളേരും തിരിച്ചു കൂവാറുണ്ട്. അവരുടെ കൂവലിനൊപ്പം പിള്ളേരും തിരിച്ചു കൂവാറുണ്ട്. പുഴയിൽ തെറിച്ചു ചാടണ മീനുകളെയെല്ലാം വള്ളത്തിൽ അടക്കി ഒതുക്കി ഇരുത്താനറിയുന്ന ആളുകൾ വെള്ളത്തിൻ്റെ നീക്കിനൊത്ത്
വല കറക്കി വീശും. പുഴയിൽ തെറിച്ചു ചാടുന്ന മീനുകളെയെല്ലാം വള്ളത്തിൽ അടക്കി ഒതുക്കി ഇരുത്താൻ അറിയുന്ന ആളുകൾ വെള്ളത്തിൻ്റെ നീക്കിനൊത്ത് വല കറക്കി വീശും. രാവിലെ കടവിൽ പോണ പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന മീനുകളെല്ലാം രാത്രിയിൽ ചട്ടിയിൽ കിടന്ന് തിളക്കാറാണ് പതിവ്. കമ്പാവലകളിലെ മാടങ്ങളിലേക്ക് രാത്രിക്കുള്ള റേഷൻ മണ്ണെണ്ണയും കൊണ്ട് ആളുകൾ വന്നു തുടങ്ങും. പണി കഴിഞ്ഞു വരുന്ന ഐസ് കമ്പനിയിലെ ചേച്ചിമാർ വഞ്ചിയിലിരുന്ന് അന്നത്തെ സ്വകാര്യങ്ങൾ ഓരോന്നും കൂട്ടിവെക്കും. രാവിലെ കടവിൽ പോണ പെണ്ണുങ്ങളെ ഒളിഞ്ഞു നോക്കുന്ന മീനുകളെല്ലാം രാത്രിയിൽ ചട്ടിയിൽ കിടന്ന് തിളക്കാറാണ് പതിവ്. കമ്പാവലകളിലെ മാടങ്ങളിലേക്ക് രാത്രിക്കുള്ള റേഷൻ മണ്ണെണ്ണയും കൊണ്ട് ആളുകൾ വന്നു തുടങ്ങും. പണി കഴിഞ്ഞു വരുന്ന ഐസ് കമ്പനിയിലെ ചേച്ചിമാർ വഞ്ചിയിലിരുന്ന് അന്നത്തെ സ്വകാര്യങ്ങൾ ഓരോന്നും കൂട്ടിവെക്കും. അക്കരയിലെത്തുമ്പോഴേക്കും കഴുത്തറ്റം വരെ താണുപോകുന്ന പുഴയുടെ സ്നേഹത്തെ പിന്നത്തേക്ക് നീട്ടിവെച്ച് വഞ്ചി കരയെ ചേർത്ത് പിടിക്കും. തമ്മിൽ ഉപ്പ് ചേർക്കുന്ന നേരങ്ങളിലേക്ക് ഞങ്ങൾ ഓടിക്കേറും. അക്കരയിലെത്തുമ്പോഴേക്കും കഴുത്തറ്റം വരെ താണുപോകുന്ന പുഴയുടെ സ്നേഹത്തെ പിന്നത്തേക്ക് നീട്ടിവെച്ച് വഞ്ചി കരയെ ചേർത്ത് പിടിക്കും. തമ്മിൽ ഉപ്പ് ചേർക്കുന്ന നേരങ്ങളിലേക്ക് ഞങ്ങൾ ഓടിക്കേറും. വീടിൻ്റെ പച്ച മണത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ടുകൊണ്ട്. തമ്മിൽ ഉപ്പ് ചേർക്കുന്ന നേരങ്ങളിലേക്ക് ഞങ്ങൾ ഓടിക്കേറും. വീടിൻ്റെ പച്ച മണത്തിലേക്ക് മുങ്ങാങ്കുഴിയിട്ടുകൊണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. ആഹാ ചേച്ചി, സാരി കൊള്ളാലോ. സാരിയിലും അക്ഷരങ്ങളോ? മലയാളം അക്ഷരങ്ങൾ എഴുതിയ സാരി എവിടുന്ന് കിട്ടി? എനിക്കും വേണം. രമ്യ, ഞാനിത് നമ്മുടെ മലയാളം മിഷന്റെ സുവനീർ ഷോപ്പിൽ നിന്ന് ഓൺലൈനായി വാങ്ങിയതാ. സാരി മാത്രമല്ല, മലയാളം അക്ഷരം എഴുതിയ ടീഷർട്ടുകൾ, രസകരമായ മഗുകൾ, ബാഗുകൾ എല്ലാം ഉണ്ട്. നമ്മുടെ ഭാഷ ഇനി നടപ്പിലും ഉടുപ്പിലുമെല്ലാം നാലാൾ അറിയട്ടെ. മലയാളം മിഷൻ സുവനീർ ഷോപ്പ്. മലയാളം അണിയൂ, മലയാളിയാകൂ. മലയാളം മിഷൻ സുവനീർ ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാൻ മലയാളം മിഷനുമായി ബന്ധപ്പെടൂ. നമ്പർ 8078920247. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. TP സജീവൻ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. ഭാഷ. സുചേത മിശ്ര. നിങ്ങൾ എന്നെ അഭിസംബോധന ചെയ്യുന്ന ഭാഷ നിങ്ങളുടേതല്ല. ഞാൻ നിങ്ങളോട് പ്രതിവചിക്കുന്ന ഭാഷ എൻ്റേതല്ല. നാം നമ്മുടെ ഭാഷ, ആഭരണങ്ങൾ, ശൈത്യകാല വസ്ത്രങ്ങൾ, സമ്മാനങ്ങൾ നൽകാനുള്ള ആഗ്രഹം ഒക്കെ വിറ്റഴിച്ചിരിക്കുന്നു. നമുക്ക് നമ്മുടെ കൈപ്പത്തികൾ നഷ്ടമായിരിക്കുന്നു. നാം നമ്മുടെ ഉള്ളിൽ വിഭജിക്കപ്പെടുന്നത് എന്തുകൊണ്ടെന്ന്, മേസ്തിരിയോട് വീടിൻ്റെ മധ്യേ ഒരു മതിലു പണിയാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് ഭാഷയ്ക്കു മാത്രം അറിയാം. നീ കൈകൾ നീട്ടുമ്പോൾ എൻ്റെ വസ്ത്രം സ്പർശിക്കുന്നു. ഞാൻ കൈകൾ നീട്ടുമ്പോൾ നീ മറ്റൊരു വസ്ത്രമെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ സ്കോർ നേടാനുള്ള വ്യഗ്രതയോടെ എഴുതപ്പെടാത്ത അക്ഷരങ്ങൾ പോലെ നാം പുലരുന്നു. ചതിക്കപ്പെട്ടും ഭയന്നും നാം ഒരുമിച്ചു താണ്ടിയ പാതയിൽ നിന്നും നമ്മുടെ പാദമുദ്രകൾ പിന്തിരിഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് ഭാഷയ്ക്കു മാത്രം അറിയാം. എല്ലാ മുഖത്തെയും പൊടിയൂതിക്കളഞ്ഞ്, എല്ലാ വീടിൻ്റെയും തേപ്പുകൾ അടർത്തിക്കളഞ്ഞ് ഞാൻ പരതുന്നു. വ്യാകരണമുഗ്ധമായി ഒരു നദിയെപ്പോലെ, തടസ്സങ്ങളേതുമില്ലാതെ, ഔഷധവേരുകൾ പോലെ, ജീവദായിനിയായ പരാഗരേണു പോലെ, നമ്മുടെ പൊള്ളലിൻ്റെ പാടുപോലെ ആ ഭാഷ. ഏതോ മേളയിൽ അത് പ്രദർശനത്തിന് വെച്ചെന്ന് എന്നോട് പറയരുത്. കവിയരങ്ങിൽ അടുത്തത് ഡോക്ടർ പി സജീവ് കുമാർ അവതരിപ്പിക്കുന്ന കവിത. ആർക്കും കാത്തു നിൽക്കാതെ കവിത. പഴയതരം ഘടികാരം ചാവി കൊടുക്കേണ്ടത്, ഓരോ മണിക്കൂറിലും നാദവിസ്മയം തീർക്കുന്നത്, പുതിയ വീട്ടിൽ ആൻറ്റിക് കളക്ഷനോടൊപ്പം മിടിക്കുന്നു, ഓടികൂട്ടുന്നു, ഓരോ നിമിഷവും സമയം ബോധ്യപ്പെടുത്തുന്നു. അതിൻ്റെ വല്ലാത്തൊരു തലയിലെഴുത്ത്. എത്ര കാലങ്ങളായി ഹൃദയമിടിപ്പുകളുമായി മടുപ്പില്ലാതെ ഒരേ താളമുള്ള ഈ യാത്ര.
ആദ്യം ചാവി കൊടുത്തത് ആരാവും എന്നാവും ഒരുറപ്പുമില്ല. മുത്തച്ഛൻ്റെ കാലത്തേതെന്ന് അച്ഛൻ പറഞ്ഞതെനിക്കറിയാം. കിടപ്പിലാവും വരെ മുത്തച്ഛൻ ചാവി കൊടുത്തത്രേ. പിന്നെ അച്ഛൻ്റെ ഊഴം. അച്ഛനു വയ്യാതായപ്പോൾ ഞാനായി അതിനെ നിലയ്ക്കാത്ത ഓട്ടത്തിലേക്ക് തള്ളിവിടുന്നത്. മുത്തച്ഛൻ്റെ ഹൃദയമിടിപ്പ് നിലച്ച സമയവും അച്ഛൻ്റെ അവസാന ശ്വാസവും രേഖപ്പെടുത്തിയത് ഇതേ ഘടികാരം. എനിക്ക് പറ്റാവുന്ന കാലം ഞാനിതിന് ചാവി കൊടുക്കും. എൻ്റെ സമയഘടികാരമേ, ഹൃദയഭാജനമേ, എനിക്ക് ശേഷം നിന്റെ ഭാവി എന്തെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ മുത്തച്ഛനെയും അച്ഛനെയും ഇതേ അറിവില്ലായ്മ അലട്ടിയിരിക്കാം. എന്തായാലും കാലം ആർക്കുവേണ്ടിയും കാത്തു നിൽക്കാതെ സഞ്ചാരപഥങ്ങളിൽ മുന്നും പിന്നും നോക്കാതെ കുതിരക്കുളമ്പടികളുമായി മുന്നേറും. ഹൃദയമിടിപ്പുകൾക്ക് കൂട്ടിരിക്കാതെ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മലയാളം. എവിടെയെല്ലാം മലയാളി, അവിടെയെല്ലാം മലയാളം. എൻ്റെ പേര് സുമേഷ്. ഞാൻ വയനാട് ജില്ലയിൽ മെന്റർ ടീച്ചറായി ജോലി ചെയ്യുകയാണ്. ഗോത്രബന്ധു പദ്ധതി വഴി ഗോത്രഭാഷയിൽ അധ്യാപനം നടത്താൻ കഴിയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഗോത്രവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗോത്രഭാഷയിലൂടെ പഠനം നടത്താനുള്ള പദ്ധതിയാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ ഗോത്രബന്ധു പദ്ധതി. ഈ പദ്ധതിയിലൂടെ അധ്യാപക യോഗ്യതയുള്ള പട്ടികവർഗ യുവതീ യുവാക്കളെ സ്കൂളുകളിൽ നിയമിച്ചുകൊണ്ട് ഗോത്രഭാഷയിലൂടെ പഠനം സാധ്യമാക്കുന്നതിനും അഭ്യസ്തവിദ്യരായ പട്ടികവർഗക്കാർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിനും കഴിയുന്നു. വയനാട്, അട്ടപ്പാടി എന്നീ സ്ഥലങ്ങളിൽ ഈ പദ്ധതി പ്രകാരം മെന്റർ ടീച്ചർമാരായി യുവതീ യുവാക്കൾ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. ഉടൻ തന്നെ മറ്റു ജില്ലകളിൽ കൂടി ഗോത്രബന്ധു പദ്ധതി വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ്. വളരുന്ന കേരളം, ഉയരുന്ന സമൂഹം. കൂടെയുണ്ട് പട്ടികവർഗ വികസന വകുപ്പ്. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. ബീന ബിനിൽ അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. കവിതയുടെ പേര് കാത്തിരിപ്പ്. ഇത്രയും നാളേകയായി കണ്ടു ഞാനീ വിശ്വകാര്യങ്ങളൊത്തിരി. പാറക്കെട്ടിലൂടൂറിവരും പുഴകളും എൻ മനം കുളിർപ്പിക്കും പ്രകൃതി തൻ ദൃശ്യങ്ങളും കണ്ടു. പ്രകൃതിക്കു മാറ്റുകൂട്ടുമീ തരുക്കൾ തൻ കണ്ടത്തിൽ മഴ വീഴുന്നതും മരുഭൂമിയാവുന്നതും കണ്ടു. പോയ കാലത്തിൻ നന്മതിന്മകൾ അവയൻ ഹൃത്തിൽ സൂക്ഷിക്കുക കൂടി ചെയ്തു. മഴക്കാറു നോക്കി വിഹ്വലതയോടെ നിൽക്കും മനുഷ്യർ. നരമനസ്സിൻ്റെ അഗാധതലത്തിലെ വിചിത്ര വർണ്ണനകൾ. രക്തം പുരണ്ട കൈകളാൽ നീചപ്രവൃത്തിയും കണ്ടു. സത്യവും നീതിയും തെരുവിൽ ശ്വാസം മുട്ടി വീഴുന്നതും ധർമാധർമ്മങ്ങൾ കാഹളവിജയം മുഴക്കുന്നതും കണ്ടു. ഇനി വരുന്ന നൂറ്റാണ്ടിൻ്റെ ഗോപുരവാതിൽ കടക്കാൻ ആർത്തിയോടശ്വവുമായി നിൽക്കും മനുഷ്യർ കണ്ട കാഴ്ചകൾ തൻ ഗാംഭീര്യത്തിൽ. ഇനിയും ഈ ഭൂമി മറ്റൊരു കുരുക്ഷേത്രമോ ഹിരോഷിമയോ കണ്ണൂരോ ആയി മാറുന്നതു കാണാൻ എനിക്കാവില്ല. ഇന്നത്തെ ഹരിതവും നശിച്ച് ഈ ഇടമൊരു മരുഭൂമിയാവുന്നത് കാണാൻ എനിക്കാവില്ല. ഇനി ഈ ഏകാന്തതയിൽ ദുഃഖിക്കുമെനിക്കൊന്നേയുള്ളൂ, വേഗത്തിൽ വന്നിടത്തേക്കു മടങ്ങുക. അതിനായി അസ്വസ്ഥതയേറിയ മനസ്സിനെ അടക്കിയിരുത്തി എൻ ശകടം വരുന്നതും കാത്തിരിക്കുന്നു ഞാൻ ഈ ധരിത്രിയിൽ. അതിനായി അസ്വസ്ഥതയേറിയ മനസ്സിനെ അടക്കിയിരുത്തി എൻ ശകടം വരുന്നതും കാത്തിരിക്കുന്നു ഞാൻ ഈ ധരിത്രിയിൽ. ഇത്രയും നാൾ ഏകയായി കണ്ടു ഞാൻ ഈ വിശ്വകാര്യങ്ങളൊത്തിരി. പാറക്കെട്ടിലൂടൂറിവരും പുഴകളും എൻ മനം കുളിർപ്പിക്കും പ്രകൃതി തൻ ദൃശ്യങ്ങളും കണ്ടു. കവിയരങ്ങിൽ അടുത്തത് സിന്ധു ഗാഥയുടെ കവിത. കവിത വാടകയ്ക്കൊരു നുണക്കുഴി. സൃഷ്ടാവിൽ നിന്നും വാടക ചീട്ടെഴുതി ഹൃദയത്തിന്റെ ചില്ലയിൽ ഒരേ ഒരു കൂട് കൂട്ടിയിരുന്ന് അടുക്കളപ്പുറത്തെ അടുപ്പൂതിയൊരു കട്ടനിട്ടൂതി കുടിച്ചു. ഓടാമ്പലുകൾക്കെല്ലാം എന്റെ മണമായിരുന്നു. ഭിത്തിയിൽ തൂക്കിയിട്ട കരിനിഴലുകളെല്ലാം എന്റെ പ്രതിബിംബങ്ങളും. എന്റെ കുപ്പായ നിറങ്ങൾ അവിടെ മാകെ പരന്നിരുന്നു. ചിതറിത്തെറിച്ച ചിരിപ്പൂക്കൾ,
വക്കുടഞ്ഞ രോദനച്ചട്ടിയുടെ തെറിച്ചു വീണ ചീടുകൾ, മൂകതയുടെ സൂചിക്കുത്തേറ്റ്, ഒച്ചപ്പെടലിന്റെ തീച്ചൂടേറ്റ് ഓർമ്മപ്പൂക്കളെല്ലാം കരിഞ്ഞു വീണൊഴുകി വിരിഞ്ഞു നിൽക്കുന്ന എൻ്റെ നുണക്കുഴി ചുഴിയിലേക്ക്. ഒരിക്കലും കടലിൽ ചേരാത്ത സ്മൃതിപ്പുഴയുടെ തീരത്തെ നുണക്കുഴിയിലേക്ക് എൻ്റെ പാതി വെന്ത ആത്മാവിനെ കറക്കിക്കൊണ്ടു പോകുന്നു. അതിലലിഞ്ഞില്ലാതാവുമ്പോൾ കൊന്നാലും മരിച്ചാലും ചുറ്റിമുറ്റി വളരുന്ന ഓർമ്മവള്ളികൾ നിറയെ ചിലന്തിവല നെയ്യുന്നു. പൊട്ടിയ ഓർമ്മ വലകളാരോ പശ ചേർത്തൊട്ടിക്കുന്നു. മുരടിച്ചുപോയ പഴയ വാടക വീട് ഓർമ്മകൾക്കു മീതെ കത്തിയുമായി പൂന്തോട്ടക്കാരൻ കണ്ണെറിഞ്ഞുലാത്തുന്നു. ഓർമ്മകളിൽ തുരുമ്പെടുത്ത് ഞാൻ കടം കൊടുത്ത ഉമ്മപ്പൂക്കൾ, പൊട്ടാറായ സ്മരണകൾ ഞാനുകിടക്കുന്ന തോട്ടത്തിലെ വെയിലൊരുക്കിയ അയ, ശ്വാസം മുട്ടി മരിച്ച കിനാക്കളുടെ ഉറുമ്പരിച്ച ശവച്ചാക്കിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നവീകരിച്ച ഓർമ്മകളുടെ ആരാമത്തിന്റെ കാവൽക്കാരായി ആയിരുന്നു ഞാൻ. ശ്വാസം മുട്ടി മരിച്ച കിനാക്കളുടെ ഉറുമ്പരിച്ച ശവച്ചാക്കിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ നവീകരിച്ച ഓർമ്മകളുടെ ആരാമത്തിന്റെ കാവൽക്കാരെയാണിന്നു ഞാൻ. വാടകച്ചീട്ട് തിരികെ നൽകി യാത്രയാവുമ്പോഴറിയുന്നു അഗ്നിപ്പുഴയിൽ മുങ്ങിത്താഴുവൻ വാടക വീടും ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടവന്റെ പ്രേമം നുണക്കുഴിച്ചുടി. വാടകച്ചീട്ട് തിരികെ നൽകി യാത്രയാവുമ്പോഴറിയുന്നു അഗ്നിപ്പുഴയിൽ മുങ്ങിത്താഴുവൻ വാടക വീടും ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടവന്റെ പ്രേമം നുണക്കുഴിച്ചുടിയും. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. ജയപ്രകാശ് എറവ് അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോകുന്നു. വേർതിരിച്ചൊന്നും കാണാറില്ല ഞാൻ. എല്ലാവരും ഒന്നുപോലെ. ഞാൻ എൻ്റെ ഭൂപടത്തിൽ സമത്വ ലോകത്തിൻ അടയാളമുദ്ര വെച്ചു. 33 കോടി വിശ്വാസങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ചു. അത്താഴ ഭക്ഷണിക്കാരെ വിളിച്ച് പടിപ്പുരവാതിക്കിൽ ചെല്ലാറില്ല. മലർക്കെ തുറന്നിട്ടു ഹൃദയ കവാടം. ആചാരങ്ങൾ വേഷം കെട്ടിയാടുമ്പോൾ അറിയാതെ വെറുപ്പിനലകൾ അന്തരംഗം നിറയും. ഓക്കാനം വരുന്ന പോലൊരു തോന്നൽ ഉരുണ്ട് കയറും. വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോവും. ചിലതെല്ലാം അവഗണിച്ച് കളയുമ്പോൾ മനസ്സ് കനം കുറഞ്ഞ് കളങ്കമില്ലാത്തൊരു ലോകത്ത് എൻ്റെ സ്വൈരവികാരം. കറുത്തോരില്ല, വെളുത്തോരില്ല, കാഴ്ചകൾക്ക് മുന്നിൽ ഒന്നായി നിറയുന്ന സൗഭാഗ്യങ്ങൾ. നിലാവ്, താരകപ്പൂ പുഞ്ചിരി, ആകാശച്ചുവട്ടിൽ ഞാനതിൻ ലഹരി ആവോളം നുകർന്നങ്ങനെ. സമത്വമയുടെ മുദ്രാഗീതമായി പിറക്കുന്നു. അത് ഞാനാകുന്നു, നീയാകുന്നു, എല്ലാവരിലും ഒന്നാകുന്നു. വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു പോവുന്നു ഈ ജീവിതലഹരി. കവിയരങ്ങിൽ അടുത്തത് ജിൻസി സന്തോഷ് ആനക്കര അവതരിപ്പിക്കുന്ന കവിത. കവിത വരവ്. അവൾക്ക് മോക്ഷം വേണം, ഗർഭപാത്രത്തിൻ്റെ ചോരച്ചൂട് മാറും മുൻപേ കിളുന്തുപസ്ഥം കൊത്തിപ്പറിച്ചവനിൽ നിന്ന്. അവൾക്ക് മോക്ഷം വേണം, ഗർഭപാത്രത്തിൻ്റെ ചോരച്ചൂട് മാറും മുൻപേ കിളുന്തുപസ്ഥം കൊത്തിപ്പറിച്ചവനിൽ നിന്ന്. കിലുക്കാംപെട്ടി വർണ്ണത്തിലേക്ക് കമിഴ്ന്ന് നീന്തുന്ന കുഞ്ഞിത്തുടകളിലൂടെ വിരൽമുള്ളു കൂർപ്പിച്ച് കുഞ്ഞിതളുടച്ചവനിൽ നിന്ന്. കിലുക്കാംപെട്ടി വർണ്ണത്തിലേക്ക് കമിഴ്ന്ന് നീന്തുന്ന കുഞ്ഞിത്തുടകളിലൂടെ വിരൽമുള്ളു കൂർപ്പിച്ച് കുഞ്ഞിതളുടച്ചവനിൽ നിന്ന്. പിച്ചക്കാലടികളിൽ പിഞ്ചുലോകമളക്കവേ പിഞ്ചിളം തളിരൊടിച്ചിടുന്ന കപടലാളന കസർത്തിൽ നിന്ന്. പിച്ചക്കാലടികളിൽ പിഞ്ചുലോകമളക്കവേ പിഞ്ചിളം തളിരൊടിച്ചിടുന്ന കപടലാളന കസർത്തിൽ നിന്ന്. അക്ഷരപ്പൂക്കൾ ഉമ്മ വയ്ക്കുന്ന അംഗൻവാടി പൂച്ചന്തങ്ങളെ ആസക്തിയുടെ മടിത്തട്ടിലിരുത്തി ഞെരിച്ചുടയ്ക്കുന്ന വിഷസർപ്പങ്ങളിൽ നിന്ന്. അക്ഷരപ്പൂക്കൾ ഉമ്മ വയ്ക്കുന്ന അംഗൻവാടി പൂച്ചന്തങ്ങളെ ആസക്തിയുടെ മടിത്തട്ടിലിരുത്തി ഞെരിച്ചുടയ്ക്കുന്ന വിഷസർപ്പങ്ങളിൽ നിന്ന്. ചെമ്പരത്തിക്കാടുകൾ വസന്തം തുന്നിച്ചേർത്ത വെള്ളിക്കൊലുസുകളിലേക്ക് കാമാർത്തിയോടിരച്ചു കയറുന്ന കട്ടുറുമ്പിൻ പറ്റങ്ങളിൽ നിന്ന്.
ചെമ്പരത്തിക്കാടുകൾ വസന്തം തുന്നിച്ചേർത്ത വെള്ളിക്കൊലുസുകളിലേക്ക് കാമാർത്തിയോടിരച്ചു കയറുന്ന കട്ടുറുമ്പിൻ പറ്റങ്ങളിൽ നിന്ന്, ക്ലാസ് മുറി കണക്കുകളുടെ ചോക്കുവരകളിൽ നിന്ന്, ആകാശത്തിലേക്ക് ചിറകുമുളച്ച നക്ഷത്രക്കണ്ണുകളിൽ കാമക്കൂരമ്പു വീഴ്ത്തിയ നിഷാദ ജന്മങ്ങളിൽ നിന്ന്, ക്ലാസ് മുറി കണക്കുകളുടെ ചോക്കുവരകളിൽ നിന്ന്, ആകാശത്തിലേക്ക് ചിറകുമുളച്ച നക്ഷത്രക്കണ്ണുകളിൽ കാമക്കൂരമ്പു വീഴ്ത്തിയ നിഷാദ ജന്മങ്ങളിൽ നിന്ന്, കലാലയ ചുമരുകൾക്കപ്പുറം പ്രണയം പകുത്ത കാറ്റാടി മരങ്ങളും കടന്ന് വീടുണർത്താൻ ഓടുന്നവളുടെ ഉടൽ പിളർത്തി ഊരാക്കുടുക്കെറിയുന്നവനിൽ നിന്ന്, കലാലയ ചുമരുകൾക്കപ്പുറം പ്രണയം പകുത്ത കാറ്റാടി മരങ്ങളും കടന്ന് വീടുണർത്താൻ ഓടുന്നവളുടെ ഉടൽ പിളർത്തി ഊരാക്കുടുക്കെറിയുന്നവനിൽ നിന്ന്, കെട്ടുതാലി പണയപ്പലിശയിലേക്ക് ജീവിതം മറിച്ചു വിറ്റതിനാൽ പച്ച വിറകൊടിച്ച് അടുപ്പ് കത്തിച്ചവളെ ഇരുട്ടുപാവിരിച്ച് മാടി വിളിക്കുന്നവനിൽ നിന്ന്, കെട്ടുതാലി പണയപ്പലിശയിലേക്ക് ജീവിതം മറിച്ചു വിറ്റതിനാൽ പച്ച വിറകൊടിച്ച് അടുപ്പ് കത്തിച്ചവളെ ഇരുട്ടുപാവിരിച്ച് മാടി വിളിക്കുന്നവനിൽ നിന്ന്, ഒടുവിൽ നരച്ചു ചുളിഞ്ഞുണങ്ങിയ തളിർമേനി തണുപ്പിലേക്ക് ആർത്തി പൂണ്ടരിച്ചിറങ്ങുന്ന ആസക്തി പുഴുക്കളിൽ നിന്ന്, ഒടുവിൽ നരച്ചു ചുളിഞ്ഞുണങ്ങിയ തളിർമേനി തണുപ്പിലേക്ക് ആർത്തി പൂണ്ടരിച്ചിറങ്ങുന്ന ആസക്തി പുഴുക്കളിൽ നിന്ന്, അവൾക്ക് മോക്ഷം വേണം, അതിജീവനത്തിൻ്റെ ആകാശങ്ങളിലേക്ക് തീയിൽ കുരുക്കണം, വെയിലുച്ചിയിലേക്ക് ഇലവിരിക്കാൻ ആളിക്കത്തുന്ന അഗ്നിച്ചോപ്പുകളാകണം, കാമാന്ധകാരത്തെ കൊത്തിയരിയാൻ അതിനായി അവൾ വരികയാണ്. കലിതുള്ളും കടൽക്കറുപ്പായി, കൊടുങ്കാറ്റായി, കത്തുന്ന കാടായി, തീ തുപ്പുന്ന ഗിരിയായി, പ്രളയത്തിളപ്പായി, അതിനായി അവൾ വരികയാണ്. കലിതുള്ളും കടൽക്കറുപ്പായി, കൊടുങ്കാറ്റായി, കത്തുന്ന കാടായി, തീ തുപ്പുന്ന ഗിരിയായി, പ്രളയത്തിളപ്പായി അവൾ വരികയാണ്. പെൺഗന്ധമൂറ്റാനെത്തുന്ന ആണൂറ്റങ്ങളെ ഉടലാഴങ്ങളിൽ ഒളിപ്പിച്ച ആയുധമൂർച്ചകൾ കൊണ്ട് ചുംബിച്ച്, ഉൾക്കരുത്തഴിച്ചിട്ട ശവക്കച്ചകൾ കൊണ്ട് തിരിച്ചറിവുകളിലേക്ക് പൊതിഞ്ഞുകെട്ടാൻ അവൾ വരികയാണ്. പെൺഗന്ധമൂറ്റാനെത്തുന്ന ആണൂറ്റങ്ങളെ ഉടലാഴങ്ങളിൽ ഒളിപ്പിച്ച ആയുധമൂർച്ചകൾ കൊണ്ട് ചുംബിച്ച്, ഉൾക്കരുത്തിഴയിട്ട ശവക്കച്ചകൾ കൊണ്ട് തിരിച്ചറിവുകളിലേക്ക് പൊതിഞ്ഞുകെട്ടാൻ, തിരിച്ചറിവുകളിലേക്ക് പൊതിഞ്ഞുകെട്ടാൻ. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. സുബീർ തോപ്പിലിന്റെ കവിത കേൾക്കാം. കവിത ഇമോജികൾ കഥ പറയുമ്പോൾ. ഒറ്റ ഇമോജി കൊണ്ട് ഞാനെൻ്റെ ദുഃഖം നിന്നോട് പറയുമ്പോൾ വാക്കുകൾ മരിച്ചിരിക്കണം. ഒറ്റ ഇമോജി കൊണ്ട് ഞാനെൻ്റെ ദുഃഖം നിന്നോട് പറയുമ്പോൾ വാക്കുകൾ മരിച്ചിരിക്കണം. സാന്ത്വനത്തിൻ്റെ ഇമോജികൾ നിന്നിൽ നിന്നും പറന്നുയരുമ്പോൾ ഹൃദയവും മരിച്ചിരിക്കണം. ചുവന്ന ഹൃദയത്തിൻ്റെ ഇമോജികൾ നിന്റെ പ്രണയം വെളിപ്പെടുത്തുമ്പോൾ എൻ്റെ കൗമാരവും മരിച്ചിരിക്കണം. ചുവന്ന ഹൃദയത്തിൻ്റെ ഇമോജികൾ നിന്റെ പ്രണയം വെളിപ്പെടുത്തുമ്പോൾ എൻ്റെ കൗമാരവും മരിച്ചിരിക്കണം. എങ്ങനെയാണ് നമ്മൾ വാക്കുകളെ കൊന്ന് ഇമോജികളെ പെറ്റിട്ടത്? എങ്ങനെയാണ് നമ്മൾ മൗനത്തിൻ്റെ കൂട്ടിനുള്ളിൽ ഇമോജികളെ വിരിയിച്ചത്? ഇനിയും എത്രയോ ഇമോജികൾ പുറം ലോകം കാണാതെ വെന്തുരുകുന്നു ചില ജീവിതങ്ങൾ പോലെ. ഇനിയും എത്രയോ ഇമോജികൾ പുറം ലോകം കാണാതെ വെന്തുരുകുന്നു ചില ജീവിതങ്ങൾ പോലെ. എത്ര തിരഞ്ഞിട്ടുമെന്തേ മരണത്തിൻ്റെ ഇമോജി മാത്രം കഥ പറയാത്തത്? ജീത്മ ആരംകുനിയിൽ അവതരിപ്പിക്കുന്ന കവിതയാണ് കവിയരങ്ങിൽ അടുത്തത്. കവിത എഴുത്തുകാരൻ. എഴുത്തുകാരൻ്റെ മനസ്സ് ചൂഴ്ന്നു നോക്കിയിട്ടുണ്ടോ? അവിടെ അനുഭവങ്ങളുടെ ഒരു കല്ലുമല കാണാം. പ്രണയത്തിൻ്റെ വെള്ളിയരഞ്ഞാണങ്ങൾ കാണാം. വിരഹത്തിൻ്റെ കൊലക്കയർ കാണാം. ഭ്രാന്തനെ തളച്ചിട്ട ഒറ്റമുറി കാണാം. വിഷാദത്തിൻ്റെ പെരുമുടിക്കെട്ടുകൾ കാണാം. ഉന്മാദത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡം കാണാം. സ്നേഹത്തിൻ്റെ ഉടഞ്ഞ കുപ്പിവളകൾ കാണാം. ഇനിയും എത്രയോ അറകളാണ് ഒരെഴുത്തുകാരൻ്റെ മനസ്സിനുള്ളത്. ചിലപ്പോഴൊക്കെ അത് പാലപ്പൂ ഗന്ധമോ കത്തിയ മുടിയുടെ എരിമണമോ നിറയുന്ന ഇടങ്ങളാണ്. ഉറപ്പുണ്ട്,
ഉത്തരമില്ലാത്ത എത്രയോ ചോദ്യങ്ങളുടെ ഭാരം പേറുന്നതാണ് ഒരെഴുത്തുകാരൻ്റെ മനസ്സ്. ഗീതമോൾ സുരൻ അവതരിപ്പിക്കുന്ന കവിത. താണനിലത്തെ മണ്ണൊഴുകു. ഇന്നലെ ഇന്നുകൾ നാളകളെല്ലാം വെറും മങ്ങലുകൾ മാത്രം. കോടമഞ്ഞിൻ പാട പോലെ ആ മങ്ങലിലൂടെ എൻ്റെ തുഴ ചലിച്ചുകൊണ്ടിരുന്നു. മുന്നിൽ കിതച്ചുപായുന്ന പ്രാണവായുവിൻ കൂട്ടങ്ങൾ മാത്രം. നേർത്ത മർമരങ്ങൾ അങ്ങിങ്ങു പരക്കുക മാത്രം. അറിഞ്ഞിട്ടും തമ്മിലറിയാതിരിക്കലുകൾ, തോൽവികൾ. ആ രാത്രി പെട്ടെന്നാണ് കൊളുന്തു നുള്ളി നിറച്ച കൊട്ടകൾ തെറിച്ചുപോയത്. മുനിഞ്ഞു കത്തലുകൾ ഇരുൾപ്പെട്ടു. മുകളിലിരിക്കുന്നവർക്ക് കാണാം കൂടാരങ്ങൾ കുത്തിയൊലിക്കുന്നത്. താണനിലത്തെ മണ്ണൊഴുകും. മണ്ണടിയിൽ മരിച്ചിട്ടും അവർ വിയർക്കുന്നു. അനുസരണമുള്ള പുൽച്ചെടികൾ ഇനിയും വളരും പാടും. അവയുടെ വേരുകൾ മേലോട്ട് നീളാതെ മുകളോൻ കാക്കും. റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു കവിയരങ്ങ്. കവിയരങ്ങിൽ അടുത്തത് പ്രീത് ചന്ദനപ്പള്ളി അവതരിപ്പിക്കുന്ന കവിത. കവിത വരുമെന്നു കാത്ത്. രചന ശ്രീ പ്രീത് ചന്ദനപ്പള്ളി. ആലാപനം സിൽബി. മഴമുകിലുരുളുമി പകലിന്റെ പായയിൽ പതിവുകളെല്ലാം പടിയടച്ച് കാത്തിരിക്കുന്നു പ്രണയമേ നിന്നെ ഞാൻ. ഇതുവഴി എങ്ങാനും വന്നിടുമോ? ഇവിടെ നിന്നേറിനെ നെഞ്ചോടു ചേർത്തൊരു സ്നേഹക്കനലിന്റെ പൂവുണ്ട്. ഇരുളുന്ന രാവിനെ പ്രണയിച്ച പകലുണ്ട്. രാപ്പാടി പാടുന്ന ചിന്തുണ്ട്. ചങ്കിലെ ചോരയാൽ തോലിക ചാർത്തിയ കാവ്യക്കരുത്തിന്റെ വാക്കുണ്ട്. ചക്രവാകക്കിളി വേവുന്ന ചങ്കാൽ പാടിയിരിക്കുന്ന ചില്ലയുണ്ട്. മഴ പെയ്തു തോരാത്ത കാടുണ്ട്, നാടുണ്ട്. കുടയെല്ലാം ചോർന്നൊരു കിളിയുമുണ്ട്. മേഘച്ചിറകുകൾ ചുംബിച്ചു ചാർത്തിയ കണ്ണീർ പുഴയുടെ ചാലുമുണ്ട്. കാലം ചുരുങ്ങിപ്പോയി നമ്മളിൽ കോറിയ നക്ഷത്ര പൂക്കൾ തൻ പാടുണ്ട്. കത്തുന്ന സൂര്യനെ സ്വപ്നത്തിൽ കാണുന്ന താമര പെണ്ണിന്റെ ചിരിയുണ്ട്. മഴവില്ലു താഴെ വീണില കോട്ടിക്കോരിയ ഇഷ്ടങ്ങൾ പടരുന്ന കഞ്ഞിയുണ്ട്. കാത്തുകാത്തിങ്ങനെ കത്തിക്കരിഞ്ഞൊരു കാത്തിരിപ്പിന്റെ കനലുണ്ട്. കാത്തിരിപ്പിന്റെ കനലുണ്ട്. ഈ മഴത്തോർച്ചയോ ഇനി വരും കാലമോ? ഇതിലേ വരുമോ പറഞ്ഞിടുമോ? മഴമുകിലുരുളുമി പകലിന്റെ പായയിൽ കാത്തിരിക്കുന്നു ഓർമ്മയുമായി. കാത്തിരിക്കുന്നു ഓർമ്മയുമായി. കാത്തിരിക്കുന്നു ഓർമ്മയുമായി. മിനി സുരേഷ് അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം. കവിത മധ്യാഹ്നത്തിലെ പ്രണയം. പാതിരാ പക്ഷി പറന്നു പോകും ആകാശ വീഥികളിൽ. സൂര്യനിനിയുമുദിക്കാത്ത ചക്രവാളങ്ങളിൽ. നിഴൽ മൂടിയ കർമ്മബന്ധനങ്ങളിൽ.
പാധേയമില്ലാതലഞ്ഞ വിശപ്പുവിളികളിൽ കണ്ടതില്ല നിന്നെ മുൻപൊരിക്കലും ഇതുവരെ എങ്ങു പോയി നീ, ഇതുവരെ എങ്ങു പോയി നീ. ഊഷ്മളസ്പർശങ്ങളുയിരിന്നേ കാത്ത ഊഷരഭൂമിയിൽ ജീവിതമുലയുമ്പോൾ പൊട്ടിയടർന്നൊരു മുത്തുമാല കൊരുത്ത് നിർവൃതിയിലൊതുങ്ങും സാഫല്യമായി വർണ്ണപരാഗങ്ങൾ നൽകിയ മധുരാമൃത നറുനിലാവാ നിലലിഞ്ഞു നീ. കാറ്റിൻ കരവലയത്തിലൊതുങ്ങി വിതുമ്പുന്നു ആരുമില്ലെന്നോർത്തു തപിച്ച മേഘങ്ങളും പ്രണയമഴയായി പെയ്തിറങ്ങുന്നു, തളിർക്കുന്നു പൂത്തുലയുന്നു ചില്ലകളും. മധ്യാഹ്നവെയിലിൽ തണലായരികിലണയുമ്പോൾ നേർത്തുപോകുന്ന നെടുവീർപ്പുകളെ ചിപ്പിയിലൊളിപ്പിച്ച മുത്തുപോൽ ജന്മാന്തരങ്ങൾ താലോലിച്ച പ്രണയഭാവങ്ങളെ നെഞ്ചിൽ പടരുന്നൊരാത്മരാഗങ്ങളെ ചുംബിച്ചുണർത്തും മൗനാനുരാഗവീണമീട്ടി അകലയോർത്തരികിലിരുന്നോളാം ഇനിയൻ ജീവൻ പിടഞ്ഞു തീരുവോളം, ഇനിയൻ ജീവൻ പിടഞ്ഞു തീരുവോളം. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.